ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മുൻപൊരിക്കൽ കാർത്തിക ഇതേപോലെ വൈറലായിട്ട് ഇതുപോലെ നിങ്ങളെപ്പോലുള്ള ചാനലിൽ വന്ന് ഇതുപോലെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതേപോലെ ഞങ്ങളെ ഈ വീട്ടിൽ വീണ്ടും നിങ്ങളെ സോഷ്യൽ മീഡിയ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കേദാർനാഥിൻ്റെ ഈ പാട്ട് വൈറലായതിൽ അതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് ഏറ്റെടുത്തതിൽ ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുകയാണ്. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പാടുന്നതാണ്. കുറച്ച് സംഗീതം പഠിച്ചിട്ടുണ്ട്, ഗാനമേളയൊക്കെ പോവും. അങ്ങനെ ഞാൻ പാട്ട് പഠിക്കുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് പാട്ട് പഠിക്കുന്ന സമയത്ത് കേദാർനാഥ് എൻ്റെ സൈഡിൽ വന്നിരിക്കുകയും ഞാൻ പാടുമ്പോൾ അവനത് പാടാൻ ശ്രമിക്കുകയും ചെയ്യും. അത് കേൾക്കുമ്പോൾ ഞാൻ ഇവരോട് ഓരോ പാട്ടുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ഓരോ പ്രാക്ടീസ് ചെയ്ത് പാടി ചില സമയത്ത് അവൻ എന്നെക്കാളും പാടുന്നു എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഫുൾ ടൈം അവനെ ശ്രദ്ധിക്കുകയും അവനെ പാട്ട് പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ കാർത്തികയും ചെറുപ്രായത്തിൽ തന്നെ 2.5 വയസ്സിൽ തന്നെ അവൾ ഞങ്ങൾ പാടുന്ന സമയത്ത് അനുരാഗിണി എന്ന പാട്ട് പാടി വൈറലായതാണ്. അങ്ങനെ 2 പേരുടെയും സംഗീതം ഞാൻ തിരിച്ചറിയുകയും എന്നാലാവുന്ന എല്ലാ പ്രോത്സാഹനവും ഞാനും രശ്മിയും കൂടി കൊടുക്കും. സംഗീതത്തെ മാത്രം അവരുടെ മനസ്സിലേക്ക് ഞങ്ങൾ പതിപ്പിച്ചു. അപ്പോൾ അവർക്ക് വേറെ ഒരു ഇതൊന്നുമില്ല. കാരണം സംഗീതം ഈ എക്സ്ട്രാ അങ്ങനെ കാർട്ടൂൺ കാണുമോ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. പാട്ട് അവർക്ക് ഓരോ പുതിയ പാട്ടുകൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പഠിക്കും. തെറ്റുകളെ ഞങ്ങളോട് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പാട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ പള്ളിയിൽ നടന്ന ഈ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഗാനമേള ഉണ്ടായിരുന്നു. അതിൽ 2 പേർക്കും പാടാൻ അവസരം ഉണ്ടെന്നാണ് അറിഞ്ഞത്. പിന്നീടത് എങ്ങനെയാണെന്ന് അറിയില്ല. ആ അവസരം ഇല്ലാതായപ്പോൾ കേദാർനാഥിന് ഭയങ്കര വിഷമമായപ്പോൾ അതിന് മുന്നേ ഈ കേദാർനാഥ് കുട്ടികളോട് പറയുകയും കാർത്തികയും പറഞ്ഞു ഞങ്ങളെ പാട്ടാണ് നിങ്ങൾ കാണാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാർ സന്തോഷിക്കുകയും പിന്നെ ഇവർക്ക് അതിലും വലിയ സന്തോഷമാവുകയും ചെയ്തു. പിന്നെ ഈ ഗാനമേളയുടെ കുറച്ച് ദിവസം മുന്നെയാണ് ഇവർ തൽക്കാലം അതിനകത്ത് ആ ഒരു പ്രോഗ്രാമിൽ പാടുന്നില്ല എന്നറിഞ്ഞത്. കാരണം ഈ റിതം എന്ന ഓർക്കസ്ട്രയിലാണ് ഇവർ 2 പേരും പ്രോഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇല്ലാതെ പറഞ്ഞപ്പോൾ ഇവർ കുറച്ച് ദിവസം വല്ലാത്ത വിഷമമായിരുന്നു. കൂട്ടുകാർ കളിയാക്കുമോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൻ എന്നോട് രാവിലെ എഴുന്നേറ്റ് പറയുമായിരുന്നു, അച്ഛാ ഞാൻ പള്ളിയിൽ പാടുന്നത് സ്വപ്നം കണ്ടു, അതേപോലെ എനിക്ക് നമ്മളെ പള്ളിയിൽ ഒരു പാട്ട് പാടിയാലോ, അപ്പോൾ അതെൻ്റെ കൂട്ടുകാർ കാണുമ്പോൾ സന്തോഷമാവില്ലേ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് ആലോചിക്കും. ഇവൻ പറഞ്ഞു അപ്രേം സാറിൻ്റെ മകൻ്റെ കല്യാണമല്ലേ, അപ്പോൾ അച്ഛൻ പോയി ചോദിക്ക് ഒരുപക്ഷെ സമ്മതിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ കല്യാണം ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ഈ പാട്ട് പാടണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ സാറിൻ്റെ അടുത്ത് പോവുകയും സാറ് പള്ളിയിൽ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞ് അച്ഛൻ സമ്മതിക്കുകയും ചെയ്തിട്ടാണ് ആ പാട്ട് പാടിയത്. അത് മനോഹരമായിട്ട് പാടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ഈ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹത്തോട്. അതിനെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ എൻ്റെ മക്കളെ അവരുടെ മക്കളെ പോലെ, സഹോദരനെ പോലെ, സഹോദരിയെ പോലെ കണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും എൻ്റെ മക്കളെ എത്തിച്ചു. അതിൽ ഞാൻ ക്രിസ്ത്യൻ സമൂഹത്തോട് എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. മുസ്ലിം വിഭാഗം അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്ന ഈ സമുദായക്കാർ എൻ്റെ മനസ്സ് പറയുകയാണ്, അവരവിടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല. ഭക്തി, സ്നേഹം, അത് മാത്രം, ഒരു വേർതിരിവില്ലാതെ അവരുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ ഷെയർ ചെയ്ത് ഈ ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും അടുത്തേക്ക് എത്തിച്ചു. ഇനിയും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്രേം സാറിൻ്റെ വീട്ടിൽ. അദ്ദേഹവും ഞങ്ങളെ അവരുടെ ഒരു കുടുംബത്തെ അംഗത്തെ പോലെയാണ് കാണുന്നത്. പിന്നെ ഈ പാട്ട്, ഇപ്പം പാടിയ പാട്ട് കേദാർനാഥ് മുൻപേ പാടിയ പാട്ടാണ്. ഫാദർ ജോയി ചെഞ്ചേരിൽ അച്ഛൻ രചിച്ച് സംഗീതം ജേക്കബ് സാർ കൊരട്ടി ആണ് ഇതിൻ്റെ സംഗീതം ചെയ്തത്. അപ്പോൾ ഈ 2 പേർക്ക് ഞാനും എൻ്റെ കുടുംബവും നന്ദി അറിയിക്കുകയാണ് മനോഹരമായ ഈ പാട്ട് മകന് കൊടുത്തതിൽ. അപ്പോൾ അന്ന് കുറച്ച് ആ പാട്ട് റീച്ച് കയറാത്തതിൻ്റെ ഇത് ഈശ്വരൻ ഇവന്
ആ ഒരു പള്ളിയിൽ വെച്ചിട്ട് തന്നെ ഇവൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാക്കി ഈശോ കൊടുത്തു. അപ്പോൾ ഞാൻ ദൈവത്തിനും നന്ദി പറയുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളോടും ഞാൻ നന്ദി പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബം.